മുന്നത്തെ വീഡിയോ നമ്മൾ ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തിട്ടാണല്ലോ അവസാനിപ്പിച്ചത്. പിന്നെ അവിടെ ഇങ്ങോട്ട് ഒറ്റ കടപ്പായിരുന്നു. വൈറൽ ഫീവറും കബവും കോൾഡും വീടാകെ മൊത്തം വൈറസുകളുടെ ഒരു ആറാട്ടായതുകൊണ്ട് തന്നെ വരിയായിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അച്ഛന് നാളെ സ്കൂൾ തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കുറച്ച് സ്വഭാവ ഗുണങ്ങളെ പറ്റി അറിയാൻ വേണ്ടി എന്നെ സ്കൂളിലേക്ക് വിളിപ്പിച്ചിരുന്നു. സ്വഭാവ ഗുണങ്ങളെ കുട്ടിക്ക് നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ പേപ്പർ തികഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോ പോട്ടെ, നമുക്ക് ആ കിറ്റും എടുത്തിട്ട് ഇനി വീട്ടിലേക്ക് വിടാം. കിറ്റിൽ എന്തോ വലിയ സംഭവങ്ങളാണെന്നാണ് അവന്റെ ധാരണ. പക്ഷെ ഒരു 10-20 വർഷത്തേക്കുള്ള ട്രാപ്പാന്ന് പാവം കുട്ടി അറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് ആർട്ട് സീരീസിന്റെ 19ാമത്തെ എപ്പിസോഡും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. റിക്വസ്റ്റ് ബഗ്ഗിനെ ഉണ്ടാക്കാനായോണ്ട് തന്നെ ബഗ്ഗുകളിലെ വില്ലാളി വീരനും ചോരകുടിയനുമായ മൂട്ടയ്ക്ക് ഇരിക്കട്ടെ ഡെഡിക്കേഷൻ. ഇനിയിപ്പോ ഈ ബഗ്ഗിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം അച്ഛനോട് ചോദിച്ചറിഞ്ഞാലോ? മൂട്ട അയ്യോ പറിച്ചെടുക്കരുത്. അയ്യോ എന്നെ കടിക്കണ്ട. നമ്മള് ചോര കുടിച്ചാൽ നമ്മൾ മരിക്കില്ലേ? അർജുനന്റെ കുറച്ച് കുക്കിംഗ് സ്കിൽസും പുറത്തെടുത്തും കൊണ്ട് ഇന്നൊരു പച്ചമാങ്ങ സർബത്ത് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. സ്വർഗം. ഇനി നമുക്ക് പാർക്കിൽ പോയിട്ട് അച്ഛന്റെ കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് കണ്ടാലോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല സാർ. അങ്ങനത്തെ സാധനമൊക്കെ വെച്ച് മിസ്സിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കാം, പക്ഷെ എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പൊ മാങ്ങ ചാകരയാണ്. അതുകൊണ്ട് തന്നെ കുളിയും പല്ലേപ്പും കൂടെ മാങ്ങയിലാക്കാനാണ് എന്റെ പ്ലാൻ. പിന്നെ നമ്മൾ നേരെ വിട്ട് നമ്മുടെ സ്വന്തം മോമോ ചേട്ടന്റെ കടയിലേക്കാണ്. ഊതി മോമോ തിന്നപ്പോ ഗുപ്തനെ ഞാനൊന്ന് സ്മരിച്ചേ. വീട്ടിൽ വന്ന് നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കുറച്ച് വെജിറ്റബിൾസ് മുറിച്ച് വെച്ച് കടന്നു കേട്ടോ.